We have the right to be happy now, Barcelona fans. But Messi, Messi, we can't be happy. അജുദിനെ സമ്മതിച്ചു. എന്നാലും അത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടായിരുന്നു ആ വേറെ കുറച്ചെണ്ണുണ്ട്, ഓലൊന്നും വന്നിട്ടില്ല. അതായത് ശരിക്കുള്ള ഒറിജിനൽ അർജന്റീന ഫാൻസ്, ഇവരൊക്കെ തരിപ്പ് കയറ്റിയ കുറച്ച് ഫാൻസ് ഉണ്ട്. നിയാലൊക്കെ ഇടങ്ങേറായി വെച്ചിനെ ഫ്ലക്സ് അർജന്റീനക്കാർ ഊരിനി. അർജന്റീനക്കാരുടെ ഫ്ലക്സ് ഉണ്ട്, അതിനപ്പുറത്താ ഊരാൻ പോവാ. നമ്മളെ ഫ്ലക്സ് കൊണ്ടേക്കണേ. ആ കളി തോറ്റിട്ടില്ല. ഇവരെല്ലാം മനസ്സിൽ വെച്ചിരിക്കട്ടോ. അജുദേ സാറില്ല. ഇനി സാറുണ്ടായിട്ട് കാര്യമില്ലല്ലോ, പറ്റ മോശം കളിയായിരുന്നു. എന്താണ് അർജന്റീനയുടെ മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? അത് എക്സ്പെക്ട് ചെയ്തൊരു കളി ഇല്ല, വന്നില്ല, തീരല്ല. ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ഇല്ല. ലാസ്റ്റ് ഒരു കോർണറിൽ ഞാൻ മനസ്സിലാക്കിയതല്ലോ, നിങ്ങൾക്ക് നല്ല 4 ടീമിനെ ആദ്യം കിട്ടേണ്ടി, നിങ്ങൾക്ക് പ്രിപ്പയർ ആവാൻ പറ്റും. ഇത് എന്താ വെച്ചാല് നല്ലൊരു ടീം വന്നപ്പം പ്രശ്നമായി പോയി. അതെ, അല്ല അങ്ങനല്ല, അങ്ങനെ തന്നെ. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാല് റെഫറിങ് അറിയണ ഒരു റെഫറി ഇന്ന് വന്നു, അത് നിങ്ങൾക്ക് തിരിച്ചടിയായി. നിങ്ങൾക്കിപ്പോ എന്തും പറയാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. വിഷമമുണ്ടല്ലോ, വിഷമം എല്ലാവരും അറിയാം. നമ്മളൊക്കെ കൊറേ കാര്യമാണ് ഹാളണ്ടിനൊക്കെ എറിഞ്ഞു കൊല്ലാൻ. അതൊക്കെ കാര്യം മനസ്സിലാക്കിയത് റൗണ്ട് ഓഫ് 60 നമ്മള് മുന്നേറിയിട്ടുള്ളൂ, നമ്മൾ മുന്നിൽ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് അവിടുന്ന് പോയിക്കണ. അല്ല അതുകൊണ്ട് എന്താ കാര്യം? അല്ല അതുകൊണ്ട് കാര്യമില്ല ചോദേ. നല്ലൊരു റെഫറിയും കളി അറിയണ ഒരു റെഫറിയും കളിച്ചാൻ അറിയണ ഒരു ടീമും വന്നപ്പോ അടിപതറി. അതന്നെ, ഫുട്ബോൾ ജയിച്ചു. അർജന്റീന തോറ്റു. ഇംഗ്ലണ്ട് കാൽമന്ത കളിയിലായിരുന്നു. ലൂസേഴ്സ് ഫൈനൽ കണ്ടില്ലേ? ഞാൻ പറയട്ടെ, ഇത് കളിയാകുമ്പോ ഏതെങ്കിലും ടീം ജയിക്കും. അപ്പൊ നമ്മളെ കാൽമ ഈ പ്രാവശ്യം കളി ഉണ്ടായില്ല, പറ്റ മോശം കളി. അത് സമ്മതിച്ചു, അംഗീകരിച്ചു. ഞമ്മക്ക് ഒറ്റ കാര്യം സങ്കടമുള്ളൂ, ഒത്തൊരുമില്ലാത്ത ടീമും പന്ത് തൊടാൻ കിട്ടാത്ത ക്രിസ്ത്യാനോക്കും ആ ടീമും ആ ക്രിസ്ത്യാനോയും സ്പെയിനോട് കളിച്ചതും, ഒത്തൊരുമല്ല ടീമും എപ്പോഴും പന്ത് തൊടുന്ന മെസ്സിയും സ്പെയിനോട് കളിച്ചതും നിങ്ങളൊന്ന് പോയോക്കാം. അതിലപ്പുറം ഒന്നും പറയാല്ല. അല്ല നിങ്ങളെന്താ ഇജല്ല, കുറെ ആൾക്കാർ തിന്നോണ്ടാണ് തോന്നുന്നത് ഇത്ര ദേഷ്യം. എന്താ ദേഷ്യം? നോർവേനായിട്ട് ആൾക്കാർ പറഞ്ഞോ, ബ്രസീല് ടാക്ടിക്സ് ഫസ്റ്റ് സോപ്പിടും. ആൻസലോട്ടിന്റെ ടാക്ടിക്സ് കാരണം നിങ്ങൾ തോറ്റെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നോക്കും. എന്തൊരു കളിയാണ് നിങ്ങൾ കളിച്ചത്, ഒരു പൊസിഷൻ പോലും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. പക്ഷെ അറ്റ്ലീസ്റ്റ് അർജന്റീന അടിച്ചില്ലാറെ ഒരു 4-5 ഷോട്ട് എക്സ്ട്രാ നമ്മൾ അടിച്ചിക്കണ്. പിന്നെന്താ മെസ്സി വിരമിക്കണിൽ സങ്കടം, നമ്മളെ ലെജൻസ് പോലത്തെ പ്ലേയേഴ്സ് വിരമിക്കണിൽ സങ്കടം. പക്ഷെ ഇവിടുത്തെ ഫാൻസ് ആര് In the game, I was hearing him, India is the first. India, what India? ദാസുഹൃത്തുക്കളെ, ബ്രസീല് പോരാട്ടം അത് സിമ്പിൾ വോളിബോള് പട്ടാളക്കാരുടെ ബലത്തില് ഫിഫയുടെ ബലത്തില് 3 എണ്ണം നിയാലാണ്. നിയാലെന്താ വെച്ചാല് അവിടെ പടക്കം ഊഫാക്കി ഇട്ടിക്കണ്. 1 2 3 5 അല്ല ഞാൻ സമ്മതിച്ചു കൊടുത്തോ, ചെക്കൻ അക്സെപ്റ്റ് ചെയ്ത്. ചില അർജന്റീന ഫാൻസ് ഉണ്ടല്ലോ ഇപ്പോഴും ഇങ്ങനെ 7 അപ്പ് അത് ഇത് അറിയും. ഇത് ചെക്കൻ അക്സെപ്റ്റ് ചെയ്തു.
കപ്പിന്റെ എണ്ണം പറയണില്ല, അതെ. കാര്യങ്ങൾ പറയണില്ല, അങ്ങനെ വേണ്ട. തോറ്റ സങ്കടമുണ്ട്. ഞങ്ങളും ഉണ്ടാ നിക്കണേ. ഇപ്പൊ നിങ്ങൾ തോറ്റങ്ങളും ഉണ്ടാക്കുക. അല്ല, കപ്പിന്റെ എണ്ണൊക്കെ നാളെ മുതൽ പറഞ്ഞോളൂ, ഇന്നും ഉണ്ടാക്കുക. ഓക്കെ എല്ലാവർക്കും മാറി നാളെ ഏതോ അർജന്റീന ആരാധകൻ പോകുന്നുണ്ട്. ഓനെ ഫോൺ കത്തിച്ചിട്ടെന്താ വെച്ചാൽ ഇവിടെ അഥവാ എണ്ണ ഇവിടെ നിന്നാലേ അല്ലോ. എടാ അടിക്ക് ഗ്രൗണ്ടിൽ പോവാ മുത്തേ, നമ്മക്ക് വിഷയമല്ല. ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ചാമ്പ്യൻസ് ആയതാണ്. ഉണ്ട്. അങ്ങനെ 2 കൊല്ലം അടുപ്പിച്ച് അടിച്ചാലൊക്കെ എന്താ അഹങ്കാരികളായി പോകും അല്ലേ? അപ്പൊ കൂടുതലായിട്ട് ഇനി ഒന്നും നമുക്ക് വേണ്ടത്. ഇത് മെസ്സിന്റെ പേരിൽ അലമാരിൽ സ്ഥലം ഇല്ലാത്തോണ്ടാണ് ഈ വേൾഡ് കപ്പ് പോലെ ഒഴിവാക്കിയത്. പിന്നെ ഇന്ന് ഫിഫയിലെ പ്രസിഡന്റ് റിഗ്ഡ് ആണ്. കാരണം എന്തുകൊണ്ട് റോഡ്രിക്ക് അയാൾ നിങ്ങളെ ചാമ്പി, അതായത് ഇത്രയും ദിവസം ഒപ്പം നിന്ന് അയാൾ നിങ്ങൾ ഇന്ന് എല്ലാവരും കുറ്റം പറയണ ദിവസം. അങ്ങനല്ല, മൂപ്പര് കാട്ടിയ വൻ പ്രശ്നം. കാരണം മെസ്സി വന്ന മൂപ്പര് ഇങ്ങനെ നിൽക്കുക, റോഡ്രി വരുമ്പോ ചിരിക്കുക, ഹഗ് ചെയ്യുക, എന്ത് പരിപാടി മൂപ്പര് കാട്ടി. മെസ്സിനെ മൂപ്പര് എന്തൊക്കെയാ കാട്ടില്? സത്യം. റെഡ് കാർഡ് അതായത് ഫിഫന്റെ പ്രസിഡന്റ് ഇങ്ങനെ തന്നെ വേണം. അതായത് എല്ലാവരും തമ്മിൽ എഴുതി തള്ളി തുടങ്ങി ഫിഫന്റെ പ്രസിഡന്റിനെ. ഇന്നത്തെ കളിയിലാകെ ഒരു ഗുഡ് പോയിന്റ് എന്താ അറിയോ, ഇന്ന് ആ വാറൊക്കിയിട്ടില്ല. എവിടെ നോക്കിയില്ല, വാറ് നോക്കിക്കണോ? അതുകൊണ്ട് നിങ്ങളാണ് തോറ്റുവായ്മ. സത്യം. ആ റെഡ് കാർഡിന് എന്ത് കാരണം കൊണ്ടാണ് അത് റെഡ് കാർഡ് ആയത്? ഓൾറെഡി യെല്ലോ ഉണ്ട്, അത് യെല്ലോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നോർമല് പന്ത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോ തട്ടി വെച്ചിട്ട് യെല്ലോ കൊടുക്കണോ? വേണ്ട. ഇന്നോട് ചൂടായിട്ട് കാര്യമില്ല, കളി കഴിഞ്ഞു. ഒരു ഈ കളി ഇങ്ങോട്ട് എടുത്ത് കഴിച്ചു. എന്റെ കുട്ടിക്കിട്ട് എന്താണ് സാരില്ല. എന്താ അറിയോ, അത്രയും ആ ഗ്രൂപ്പില് ഇതെന്താ വെച്ചാല് ഇതേ പടക്കം നിയാല് പോർച്ചുഗലും ബ്രസീലും തോറ്റപ്പോ ഇവരെടുത്ത് പൊട്ടിച്ചതാണ്. അതാണ് തിരിച്ചു പൊട്ടിക്കണത്. ആർക്കും തിരിച്ചു പൊട്ടിക്കണം.